ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെപ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ നോക്കി കുറച്ച് നേരം അങ്ങനെ നിന്ന് എന്നിട്ടാണ് പിന്നെ ഇത് ഉണ്ടാക്കാൻ പോയത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പത്തിരിയാണ്. അപ്പോൾ കൈപ്പത്തിരിക്ക് അരിപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഒരു തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കുക. പിന്നെ ചുവന്നുള്ളി ഒന്ന് ചതച്ചത്, പിന്നെ നല്ല ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സാക്കുക. അത് നന്നായി ഒന്ന് കൈ കൊണ്ട് ഒന്ന് തിരുമ്പി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കയ്യിലുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വേണം നന്നായി കുഴച്ചെടുക്കാൻ. നന്നായി കുഴച്ചെടുത്താലാണ് നമുക്ക് പരത്തുമ്പോൾ അത് നല്ല ഇതിൽ കിട്ടുള്ളൂ. അപ്പോൾ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമ്മളത് ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് ആക്കി വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് ആക്കി വയ്ക്കുമ്പോൾ നമുക്ക് പരത്താൻ എളുപ്പമായിരിക്കും. പിന്നെ കൈമിലധികം ആവില്ല. അപ്പോൾ ഇതിങ്ങനെ ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് ഒരു വാഴയില വേണം, ചെറിയ കഷ്ണം വാഴയില. അത് കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഓരോ ഉരുള വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ ഇത് നൈസ് പത്തിരി പോലെ നന്നായി കനം കുറച്ച് പരത്തരുത്, കുറച്ച് കട്ടിയിലാണ് ഈ പത്തിരി വേണ്ടത്. അപ്പോൾ നന്നായി പരത്തി കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ മൺചട്ടിയിലാണ് ശരിക്കും ഇത് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ മൺചട്ടി ഇല്ലാത്ത കാരണം ഞാനൊരു പാത്രത്തിൽ, ഫ്രൈ പാൻ പോലത്തെ പാത്രത്തിൽ ആണ് ചുട്ടെടുക്കണത്. അപ്പോൾ അത് അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഈ പത്തിരിയുടെ ഇത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗവും നന്നായി മൊരിഞ്ഞ് വരണം. ആ മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇത് പാലൊഴിച്ചിട്ടാണ് ഇതിന് കഴിക്കേണ്ടത്. ഇനിയിപ്പോൾ കറിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പാലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കണ്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ മൊരിച്ചെടുക്കുക. ഇതുപോലെ മൊരിച്ചെടുത്തിട്ട് നമ്മൾ പാലൊഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇതിലേക്ക് പാലൊഴിച്ചിട്ട് വെക്കണം. അപ്പോൾ പാലൊഴിച്ച് വെച്ചാലാണ് അതിലേക്ക് നന്നായി പാലൊക്കെ ഇറങ്ങിയിട്ട് കഴിക്കാനായിട്ട് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.